ടാറ്റ എത്തിക്കൽ ഫണ്ട് നമുക്ക് തരുന്ന ചില ഡോക്യുമെന്റ്സ് ആണ് ഇതൊക്കെ. ഈ ഡോക്യുമെന്റ്സിൽ വളരെ കൃത്യമായി വ്യക്തമായി എത്രത്തോളം ശരിയ കംപ്ലയൻസ് അവർ പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില മാനദണ്ഡങ്ങൾ, ശരിയ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയെ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിലവിൽ അവർ SIP ആയിട്ടും അല്ലാതെയൊക്കെ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, 1, 2, 3 വർഷങ്ങളൊക്കെ ആയിട്ട് തുടരുന്നുണ്ട്. അപ്പൊ അത് പിൻവലിക്കണോ വേണ്ടേ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് പിൻവലിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. കാരണം ഒന്ന്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അത് സ്റ്റോക്ക് മാർക്കറ്റിലെ അനുവദിക്കപ്പെട്ട സ്റ്റോക്കുകളിലാണ് ഈ ടാറ്റ എത്തിക്കൽ ഫണ്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ആൽക്കഹോളിക് പ്രൊഡക്ട്സുകൾ, അതുപോലെ നിഷിദ്ധമായ സർവീസുകൾ, പോർണോഗ്രാഫി പോലെയുള്ള അല്ലെങ്കിൽ നിഷിദ്ധമായ എന്റർടൈൻമെന്റ് മേഖലയിലുള്ള കമ്പനികളെയൊക്കെ അവർ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫിൽട്ടറിംഗ് മെക്കാനിസം ഉപയോഗിക്കുന്നത് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിഷിദ്ധമായ സ്റ്റോക്കുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. മറ്റൊന്ന്, ഡെറിവേറ്റീവ്സ് മാർക്കറ്റിലെ ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ് അതൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർസ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കിയിട്ട് ഒരു ഫിൽട്ടറിംഗ് മെക്കാനിസം കൂടി അവർ ഉപയോഗിക്കുന്നുണ്ട്. ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വരുന്ന കമ്പനികളെ അവർ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കിയിട്ട് ഡെപ്റ്റ് വളരെ കുറവുള്ള കമ്പനികളെ മാത്രമാണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അനുവദിക്കപ്പെട്ട ഹലാലായ സ്റ്റോക്കുകളിലാണ് നമ്മൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ച ആൾക്കാരോടൊക്കെ അത് പിൻവലിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിന്റെ കാരണം.